അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യ ഭാരതം പ്രതികരിച്ചപ്പോൾ കേരളവും വെറുതെ ഇരുന്നില്ല. ഭാരതത്തിലെമ്പാടും പ്രധാന പ്രതിപക്ഷം അടിയന്തരാവസ്ഥയെ എതിർത്തപ്പോൾ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. പ്രധാന പ്രതിപക്ഷമായ CPM അടിയന്തരാവസ്ഥയ്ക്കെതിരെ അഴകുഴമ്പൻ നയമായിരുന്നു സ്വീകരിച്ചത്. ഫാസിസത്തിൻ്റെ ഇന്ദിരാ പതിപ്പിനെ വളർത്തിയെടുത്തതിനു പിന്നിൽ ഇരു കമ്മ്യൂണിസ്റ്റുകൾക്കും കാര്യമായ പങ്കുണ്ട്. 1969 കോൺഗ്രസ് പിളർപ്പിനെ തുടർന്ന് ഇന്ദിരയുടെ ഭരണത്തെ താങ്ങി നിർത്തുന്നതിൽ CPM-ഉം CPI-യും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയ്ക്ക് കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ പിന്തുണ നൽകിയത് CPI ആണ്. പൗരാവകാശങ്ങളെ എന്നും അടിച്ചമർത്തി ഭരിച്ചിട്ടുള്ള സോവിയറ്റ് യൂണിയന്റെ പിന്തുണയും ഇന്ദിരയ്ക്കുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്ദിരാ പ്രേമത്തിന് ഇതും ഒരു കാരണമായി. പ്രധാന പ്രതിപക്ഷം വിട്ടുനിന്നപ്പോൾ ജയപ്രകാശ് നാരായണന്റെ ലോക സംഘർഷ സമിതിയുമായി സഹകരിച്ചത് RSSും ജനസംഘവും മാത്രമായിരുന്നു. സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും നാമമാത്രമായ പിന്തുണയാണ് നൽകിയത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയിൽ അംഗമായതുകൊണ്ടാണ് സോഷ്യലിസ്റ്റുകൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് മാറിയത്.